വെൽക്കം ടു മാഷക്കി അക്കാദമി. മാഷക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു കൊമേഴ്സിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തോണം? കൃത്യമായി പഠിക്കുക. ഒരു എക്സാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി എല്ലാ എക്സാമുകളും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളുടെ മുന്നിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ STO അല്ലെ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതിന്റെ ഉടനെ തന്നെ ആ ഒരു എക്സാം വിളിക്കുകതിന്റെ കൺഫർമേഷൻ വരികയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണം? കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. അതായത് ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ കൺഫർമേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തോണം? ഇപ്പോൾ തൊട്ട് തന്നെ കൃത്യമായി പഠിക്കുക. എന്തായാലും വരാനുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? അതിന്റെ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. നല്ല പേ ഓഫ് സ്കെയിലുള്ള അല്ലെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം ഇതിലെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കിയേ? അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് കൺസിഡേർഡ് സുപ്പീരിയർ ഒബ്ജക്റ്റീവ് over profit maximization because it focus on long term cash flow and risk. അതായത് വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് കൺസിഡേർഡ് ദ സുപ്രീം ഒബ്ജക്റ്റീവ് അല്ലെ. അതായത് വെൽത്ത് മാക്സിമൈസേഷൻ നമുക്കറിയാം എന്താണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനെക്കാളും ഏറ്റവും സുപ്രീം ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ. ശരിയാണ് അല്ലെ? ഒബ്ജക്റ്റീവ് ഓവർ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഫോക്കസ് ഓൺ ദി ലോങ് ടൈം ക്യാഷ് ഫ്ലോ ആൻഡ് റിസ്ക്. ഇനി റീസൺ നോക്കിയേ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇഗ്നോർ അല്ലെ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇഗ്നോർ ചെയ്യുന്നുണ്ട് ടൈമിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എക്സ്പെക്ടഡ് പ്രോഫിറ്റ്. നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷനകത്ത് ഇവര് ടൈം വാല്യൂ ഓഫ് മണിയെയും റിസ്ക് ഫാക്ടറിനെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഏതിലാണ്? നമ്മളുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ വരുമ്പോഴത്തേക്കിന് അവർ ഇതിനെയൊക്കെ കൺസിഡർ ചെയ്ത്, അതായത് ഫേമിന്റെ ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്, അതായത് ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ പെർ വാല്യൂ ഓഫ് മാർക്കറ്റ് ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിനകത്തൊക്കെ എന്ത് ചെയ്യുക? ഇൻക്രീസ് കൊണ്ടുവരിക. അതിലൂടെ എന്ത് കൊണ്ടുവരിക? ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് നോക്കുന്ന. ഒരു ലോങ് ടൈമിലേക്ക് എന്ത് ചെയ്യുക? ഫേമിനെ വളരെയധികം ഡെവലപ്ഡ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏത് വരുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ വരുന്നത്. സോ ഇത് രണ്ടും കറക്റ്റ് അല്ലേ? അസേർഷനും റീസണും കറക്റ്റ് ആണ്. അസേർഷൻ റീസണെ എന്ത് ചെയ്യുന്നുണ്ട്? സാധൂകരിക്കുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ ഏതാ വരുന്നത്? ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസിംഗ് on maximizing the market value. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? മാക്സിമൈസിംഗ് ദ മാർക്കറ്റ് വാല്യൂ which depend on the timing, risk and magnitude അല്ലെ. ടൈം ഫാക്ടറിനെയും റിസ്ക് ഫാക്ടേഴ്സിനെയും ഒക്കെ കൺസിഡർ ചെയ്താണ് ഏതിൽ വരുന്നത്? നമ്മളുടെ വെൽത്ത് മാക്സിമൈസേഷനിൽ വരുന്നത്. പക്ഷെ മറ്റേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകുമ്പോൾ ഇതുവെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അടുത്തത് നോക്കിയേ. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നേക്കുന്നത്. ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 തന്നിട്ടുണ്ട് അല്ലെ. ലിസ്റ്റ് 1 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഡിസിഷനുകളാണ്. ഏതൊക്കെ തന്നിട്ടുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ. അങ്ങനെ 4 എണ്ണമാണ് തന്നേക്കുന്നത്. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ലിസ്റ്റ് 2 ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നോക്കിയേ. മിക്സ് ദ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി യൂസ്ഡ് ബൈ ദ ഫേം. മിക്സ് ദ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി യൂസ്ഡ് ബൈ ദ ഫേം. ഫേമിൽ ഡെപ്റ്റും ഇക്വിറ്റീസും യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഡെപ്റ്റും ഇക്വിറ്റീസും യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ആണല്ലോ. അടുത്ത് നോക്കിയേ. ഡിസൈഡിങ് ഹൗ മച്ച് പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്.
പ്രോഫിറ്റ് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുക. നമുക്കറിയാം ഒരു കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെ. ഡിവിഡൻഡ് ഡിസിഷൻ. അടുത്തത് നോക്കിയേ എന്താണ് സെലക്ഷൻ ഓഫ് ഫിക്സഡ് ആൻഡ് കറണ്ട് അസറ്റ്. അതായത് ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഫിക്സഡ് അസറ്റിന്മേൽ വേണോ കറണ്ട് അസറ്റിന്മേൽ വേണോ എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ. സെലക്ഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ കറണ്ട് അസറ്റ്സ് ഏതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലെ. ആൻഡ് ഡിസൈഡിങ് ദ പ്രപ്പോർഷൻ ഓഫ് ലോങ് ടൈം ഫണ്ട്. അതായത് ലോങ് ടൈം ഫണ്ടിന്മേൽ അല്ലെ ഏത് ലോങ് ടൈം ഫണ്ടിന്മേൽ എന്ത് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സോറി ഇവിടെ ഒരു ഇതുണ്ട്. ലോങ് ടൈം ഫണ്ടിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെ. ലോങ് ടൈം ഫണ്ടിൽ ഡിസൈഡിങ് ദ പ്രപ്പോർഷൻ ഓഫ് ലോങ് ടൈം ഫണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്ന മക്കളെ ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് അസറ്റ് എന്നുള്ളത് വരും. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് എന്താണ് ലോങ് ടൈം ഫണ്ട്സ് അല്ലെ. ലോങ് ടൈം ഫണ്ടുകളുടെ മിക്സ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും ഫിനാൻസിങ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി മിക്സ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്തറിഞ്ഞിരിക്കണം ആ ഒരു കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് ആ ഡിസിഷൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഡിസിഷന്റെ എക്സ്പ്ലനേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ബോണ്ട് ആൻഡ് ഡിബഞ്ചേഴ്സ്. ബോണ്ടുകളും ഡിബഞ്ചറുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നോർമൽ ബോണ്ടുകൾക്ക് പറയുന്ന പേരാണ് പ്ലെയിൻ വാനില ബോണ്ട്സ്. ഓഫർ എ ഫിക്സഡ് കൂപ്പൺ പേയ്മെന്റ് ആൻഡ് ക്യാരിയിങ് നോ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ക്യാരിയിങ് നോ സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതിനെന്താണ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കൂപ്പൺ റേറ്റ് ഉള്ളത്. നോർമലി ഏതാണ് പ്ലെയിൻ വാനില ബോണ്ട്സ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റെഡീംഡ് അറ്റ് ഫേസ് വാല്യൂ അല്ലെ. സീറോ കൂപ്പൺ ബോണ്ട്സിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് അല്ലെ, പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത ബോണ്ടുകളാണ് ഏതെന്ന് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസ്കൗണ്ടിലാണ്, റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ് ഫേസ് വാല്യൂവിലാണ്. സോ ഇതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അടുത്തത് നോക്കിയേ എന്താണ് പാരിപ്പസി ഡിബഞ്ചേഴ്സ് എൻഷുർ ദ പ്രിഫറൻഷ്യൽ പേയ്മെന്റ്സ് ഓവർ ഓൾ ദ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. നമുക്കറിയാം അല്ലെ പാരിപ്പസി ഡിബഞ്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് അല്ലെ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് പഠിക്കുന്നതാണ്. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എൻഷുർ ദ എന്താണ് പ്രിഫറൻഷ്യൽ പേയ്മെന്റ് ഓവർ ഓൾ ദ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ഓവർ എല്ലാ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റെഡീമബിൾ ഡിബഞ്ചേഴ്സിന് എന്തുണ്ട് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി. ഒരു ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. മസ്റ്റ് ബി റീപെയ്ഡ് ഓൺ മെച്യൂരിറ്റി. ആ ഒരു പർട്ടിക്കുലർ പീരീഡ് എത്തുമ്പോൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം റീപേ ചെയ്തിരിക്കണം. ശരിയാണോ നമ്മൾ പഠിച്ചതല്ലേ. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിബഞ്ചറുകളും ബോണ്ടുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോഴ്സ് ഓഫ് ഫിനാൻസിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ മക്കളെ. ഓർത്ത് വെച്ചേ ഇത് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ നോക്കിയോ. 1, 2, 3 ശരിയാണ് അല്ലെ. 1, 2, 4 ശരിയാണ്. 1, 3 ശരിയാണ്. 2, 4 ശരിയാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. നമുക്കറിയാം നോർമൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ അല്ലെ പ്ലെയിൻ വാനില ബോണ്ട്സ് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള എന്തുണ്ട് കൂപ്പൺ റേറ്റ് അല്ലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ട്. പക്ഷേ അതിനെന്താ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും അങ്ങനെയുള്ള ഒന്നല്ല ഏതെന്ന് പറയുന്നത് നോർമൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സീറോ കൂപ്പൺ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂയിലുമാണ്. അതിന് പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ല. അടുത്ത നോക്കിയ സ്റ്റേറ്റ്മെന്റ് 3 ഫോൾസ് ആണ് അല്ലെ. പാരിപ്പസി ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ റാങ്ക് ആണ്, നോട്ട് ദ പ്രിഫറൻഷ്യൽ റാങ്ക് അല്ലെ. പ്രിഫറൻഷ്യൽ റാങ്ക് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് എല്ലാവർക്കും ഈക്വൽ റാങ്ക് കൊടുത്തിട്ടാണ് ഏത് പോകുന്നത് പാരിപ്പസി ഡിബഞ്ചേഴ്സ് പോകുന്നത്. സോ അതെന്താണ് തെറ്റായിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് 4 ട്രൂ ആണ് അല്ലെ. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഹാവ് എ ഫിക്സഡ് റീപേയ്മെന്റ് ഷെഡ്യൂൾ. ഒരു ഫിക്സഡ് ആയിട്ടുള്ള റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ട്. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ബി ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ കമ്പനി
A company's dividend payout ratio is 40%. കമ്പനിയുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 40% ആണ്. നെറ്റ് ഇൻകം തന്നിട്ടുണ്ട്. എത്രയാണ് നെറ്റ് ഇൻകം തന്നിട്ടുണ്ട്? 80,000. വാട്ട് ഈസ് ദ എമൗണ്ട് ഈസ് റീറ്റെയിൻഡ്? അപ്പൊ ഇവിടെ പറഞ്ഞേക്കാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 40% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് ആയിട്ട്, അതായത് ഒരു കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിന്റെ 40% അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ റീറ്റെയിൻ ചെയ്യുന്ന എത്ര ശതമാനമായിരിക്കും? 60% ആയിരിക്കല്ലേ? മക്കളെ മനസ്സിലായോ? മൊത്തം ഒരു കമ്പനിയുടെ 100% പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ പ്രോഫിറ്റില് 40% അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ള 60% അല്ലേ റീറ്റെയിൻ ചെയ്യുന്നത്? ഒരു ലോജിക്കലായിട്ട് ആലോചിച്ചാൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ എത്രയായിരിക്കും ആൻസർ വരുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യത്തില്ലേ? 8 lakhന്റെ എന്ത് ചെയ്താൽ മതി? 8 lakhന്റെ എത്ര കണ്ടുപിടിക്കുക? 60% അല്ലെ? 8 lakhന്റെ എന്ത് കണ്ടുപിടിക്കുക? 60% കണ്ടുപിടിച്ചാ പോരെ, നമുക്ക് ആൻസർ കിട്ടില്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? 4,80,000 എന്ന് കിട്ടി. ഇവിടെ നോക്കുക, ദ റിട്ടൻഷൻ റേഷ്യോ ഈസ് എ പെർസെന്റേജ് ഓഫ് ദ നെറ്റ് ഇൻകം ഈസ് റീറ്റെയിൻഡ് ഇൻ ദ കമ്പനി ഗിവൺ ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 40. The retention ratio is 60%. 100 minus 40%. So the retention amount is calculated. Net income 8 lakh. 8 lakh in the 60%. 4,80,000. മനസ്സിലായോ? ക്ലിയർ ആയോ? കൃത്യമായി മനസ്സിലാക്കി എടുക്കുക കേട്ടോ. കൃത്യമായി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് തന്നേക്കുന്നത്? 3 lakh. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 3 lakh. റിട്ടൻഷൻ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 40%. ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakh. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakh. EPS കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഏർണിംഗ് പെർ ഷെയർ EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇറ്റ്സ് വെരി സിമ്പിൾ. EPS കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? EPS കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ്? നെറ്റ് ഇൻകം അല്ലെ? നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ? നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇവിടെ നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് 3 lakh ഡിവൈഡഡ് ബൈ 1 lakh. ഈ റിട്ടൻഷൻ റേഷ്യോയ്ക്ക് EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വല്ല പ്രാധാന്യവുമുണ്ടോ? ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വല്ല പ്രാധാന്യമുണ്ടോ? ഇല്ല. എന്നാൽ DPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ റിട്ടൻഷൻ റേഷ്യോ വേണം. പക്ഷെ ഇവിടെ EPS കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ട. ഇവിടെ എത്രയാ മക്കളെ ആൻസർ വരുന്നത്? നോക്കിയേ, ഇത് കണ്ടോ? To calculate the earning per share, we can use the following formula. EPS is equal to net profit after tax divided by number of equity shares outstanding. Here നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 lakh. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട് 1 lakh. സോ നമുക്ക് EPS കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 lakh divided by 1 lakh 3. The retention ratio in the case is not directly relevant to the EPS calculation. Retention ratio എന്തിന് യൂസ്ഫുൾ അല്ല? നമുക്ക് എന്തിന് ആവശ്യമില്ല? EPS കാൽക്കുലേഷന് ആവശ്യമില്ല. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി സെൽ ദ മെഷീനറി വർത്ത് ₹50 lakh to leasing a company and immediately take it back on the term financial lease. ഒരു കമ്പനി എന്ത് ചെയ്തു? സെൽ ചെയ്തു. ഒരു മെഷീനറി ഒരു കമ്പനി വിറ്റു. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 50 ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനി ആ കമ്പനിയുടെ ഒരു മെഷീനറി വിറ്റതിന് ശേഷം ആ കമ്പനി ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എന്ത് ചെയ്തു? ഫിനാൻഷ്യൽ ലീസിൽ തിരിച്ചെടുത്തു. അതായത് ആ കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഒരു മെഷീനറി കമ്പനി എന്ത് ചെയ്തു? വിറ്റു. കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ആ ഒരു മെഷീനറി 50 ലക്ഷം രൂപയ്ക്ക്, ഒരു ഹ്യൂജ് എമൗണ്ടിന് കമ്പനി വിറ്റിട്ട് കമ്പനി എന്ത് ചെയ്തു? ആ എക്യുപ്മെന്റ് തന്നെ, ആ മെഷീനറി തന്നെ എന്ത് ചെയ്തു? ഫിനാൻഷ്യൽ ലീസിൽ എടുത്തു. ദിസ് ലീസ് ട്രാൻസ്ഫർ ദ സബ്സിക്വൻഷ്യൽ റിസ്ക് ആൻഡ് റിവാർഡ്സ് എക്സെപ്റ്റ് ദ ലീഗൽ ഓണർഷിപ്പ്. ലീഗൽ ഓണർഷിപ്പ് ഒഴികെ
ബാക്കിയുള്ള എല്ലാം ലീഗൽ ഓണർഷിപ്പ് ഒഴികെ ആ ഒരു അസറ്റിന്മേലുള്ള റിസ്ക്കും റിവാർഡും എല്ലാം എങ്ങോട്ട് പോയി? ലെസിയിലേക്ക് പോയി. അതായത് എൻ്റെ കയ്യിലായിരുന്നു, ഓണർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു അസറ്റ് ആയിരുന്നു. ആ അസറ്റ് ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ അയാളുടേതായല്ലോ അസറ്റ്, അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ അത് ലീസിനെടുത്തത് ഫിനാൻഷ്യൽ ലീസിലാണ്. അതുകൊണ്ട് തന്നെ ആ അസറ്റിന്മേലുള്ള എല്ലാ റിസ്കുകളും റിവാർഡുകളും എനിക്ക് തന്നെയാണ്. പക്ഷെ അതിന്റെ ലീഗൽ ടൈറ്റിൽ ഇപ്പൊ ആരുടെ കയ്യിലാണ്? മറ്റേ ആളുടെ കയ്യിലാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ലീസ് അപ്രോപ്രിയേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ലീസ് ഏതാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നേക്കുവാണ്. ഒന്നാമതായിട്ട് പറഞ്ഞേക്കാണ്, ദിസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്. അല്ലെ, ഇതെന്താണ്? ഒരു അറേഞ്ച്മെന്റ് ആണ്. ഏതിന്റെ ഉദാഹരണമായിട്ടാണ്? സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്. അല്ലെ, സെയിൽ ആൻഡ് ലീസ് ബാക്ക് തന്നെയല്ലേ? അതായത് നമ്മളുടെ കയ്യിലുള്ള അസറ്റിനെ വിറ്റതിന് ശേഷം അതേ അസറ്റ് ഫിനാൻഷ്യൽ ലീസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇറ്റ് ഹെൽപ്സ് ദ ലെസി ജനറേറ്റ് ഇമ്മീഡിയറ്റ് ക്യാഷ് ഇൻഫ്ലോ വിത്തൗട്ട് ലൂസിംഗ് ദ യൂസ് ഓഫ് ദി അസറ്റ്. ഇവിടെ നോക്കിയേ, ലെസിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ക്യാഷ് ഇൻഫ്ലോ. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പണം ആവശ്യം വരുമ്പോഴത്തേക്കിന് അവർ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഈ ഒരു സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഒരു ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാക്കാനായിട്ട് ഈ ലീസിലൂടെ സാധിക്കും. വിത്തൗട്ട് ലൂസിങ് ദ യൂസ് ഓഫ് അസറ്റ്. ആ അസറ്റ് യൂസ് ചെയ്യുന്നത് നഷ്ടപ്പെട്ട് പോകുന്നുമില്ല. അവർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് ലീസിന് എടുക്കുന്നുണ്ട്. അടുത്ത നോക്കിയേ, ദ ലീസ് പീരീഡ് വിൽ ടിപ്പിക്കലി ഓവർ ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി അസറ്റ്. ഫിനാൻഷ്യൽ ലീസിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ലീസ് പീരീഡ് എന്ന് പറയുന്നത്? എന്താണ്? എന്താണ്? ടിപ്പിക്കലി കവർ ദ ഫുൾ എക്കണോമിക് ലൈഫ്. ആ ഒരു അസറ്റിന്റെ ഫുൾ എക്കണോമിക് ലൈഫും കവർ ചെയ്യും. അല്ലെ, ഫുൾ എക്കണോമിക് ലൈഫും കവർ ചെയ്യും. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് ബിക്കോസ് ദ ഓണർഷിപ്പ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ശരിയാണോ? അല്ല. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി നേച്ചറിലുള്ളതാണ്. അപ്പൊ ഒരിക്കലും അതെന്തല്ല അല്ല. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? 1, 2, 3 അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. അതായത് സെല്ലിംഗ് ദ അസറ്റ്, ആദ്യം അസറ്റ് വിൽക്കുന്നുണ്ട്, പിന്നെ അത് ലീസിന് എടുക്കുന്നുണ്ട്. സോ അതിനെ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതായത് ലെസിക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അസറ്റ് പിന്നീട് അദ്ദേഹം യൂസും ചെയ്യുന്നുണ്ട്. സോ അത് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അയാൾ എടുക്കുന്ന ഫിനാൻഷ്യൽ ലീസിലാണ്. സോ ഒരു ലോങ് ടേമിലേക്കുള്ള ലീസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് ആരാണ് യൂസ് ചെയ്യുന്നത്? ലെസിയാണ് യൂസ് ചെയ്യുന്നത്. സോ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ദിസ് ഇസ് നോട്ട് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ആ ലെസർക്ക് അതിന്റെ ഫുൾ കോസ്റ്റ് ഒന്നും ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ റിയലൈസ് ചെയ്തെടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള ലീസാണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ്. സോ ഓപ്പറേറ്റിംഗ് ലീസ് അല്ല, ഇത് ഫിനാൻഷ്യൽ ലീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേക്കാണ്, എക്സസീവ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലീഡ്സ് ടു dilution or control or existing shares. എക്സസീവ് ഇഷ്യൂ, അതായത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു കമ്പനിയിൽ മേലുള്ള കൺട്രോൾ കുറയും. ബിക്കോസ് എന്താണ്? ഷെയറുകളുടെ എണ്ണം കൂടുകയും കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വരികയും അപ്പൊ അവരുടെ ആ ഒരു കൺട്രോളിങ് പവർ കുറയുകയല്ലേ. അപ്പം കൂടുതൽ ഷെയറുകൾ ആളുകൾ വരികയും കൂടുതൽ ആൾക്കാർ ഓണർഷിപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഈ ഒരു വീണ്ടും എക്സസീവ് ആയിട്ട് ഇഷ്യൂ നടത്തുമ്പോൾ. ഓക്കെ, ശരിയാണ്. ആ റീസൺ പറഞ്ഞേക്കാണ് എന്നാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഫിക്സഡ് ഡിവിഡൻഡ് ആൻഡ് ഹാവിംഗ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ പ്രോഫിറ്റ്. ശരിയാണോ? പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ പ്രോഫിറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡും അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ റൈറ്റും ഉണ്ട്, പ്രോഫിറ്റിന് മേൽ ഇല്ല. തെറ്റാണ് അല്ലെ? അപ്പൊ ഇവിടെ ഏതാ ശരിയായിട്ടുള്ളത്? സി ആണ്. അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ് അല്ലെ? ഒരു കമ്പനിയിൽ കൂടുതലായിട്ട് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് വരുമ്പോഴത്തേക്കിന് അവിടെ ഓണർഷിപ്പിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? ആളുകൾ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആകി അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൺട്രോളിന്മേൽ ഒരുപാട് ആളുകൾ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ശരിയായിട്ടുള്ളതാണ്. റീസൺ തെറ്റാണ്. റീസൺ എന്ന് പറയാൻ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെറ്റ് ഫിക്സഡ് ഡിവിഡൻഡ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്നും വരുന്നില്ല. അടുത്ത നോക്കിയേ, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്.
കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. നമുക്ക് നോർമൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നാന്ന് അറിയാം അല്ലെ? എന്താണ്? നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT where EPS is 0. ഇതൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. EBIT where EPS is 0. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദ ലെവൽ. അതായത് നമ്മളുടെ EBIT എന്തിനു തുല്യം? EPS 0 ആകുമ്പോൾ ഉള്ള EBIT ആണ് എന്തെന്ന് പറയുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT where EPS is 0. EPS 0 ആകുകയാണ്. അവിടെ EBITയുടെ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് ആസ് എ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ്. EBIT is lower than financial break even point leads to negative EPS. ഓർത്ത് വെച്ചേ, അതായത് EBIT ലോവർ ദാൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിനെക്കാളും കുറവായിട്ടാണ് EBIT എങ്കിൽ അവിടെ EPS എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹയർ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് റെഡ്യൂസസ് ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്. നോർമൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റും കൂടി കൺഫ്യൂഷൻ വരും. അപ്പൊ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്? ഇൻ ജനറൽ ടേം ബ്രേക്ക് ഇവൻ പോയിന്റ് റെഫേഴ്സ് ടു വേർ ദ പോയിന്റ് the total cost line and total sales line intersect. ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ സെയിൽസ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് നോർമലി പറയുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് എന്തിന് ഈക്വൽ ആവുകയാണ്? ടോട്ടൽ സെയിലിന് ഈക്വൽ ആവുകയാണ്. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്. ആൻഡ് സിമിലർലി ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പൊ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണെന്ന് പഠിച്ചോണേ. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT at which after paying, അതായത് ഓർത്ത് വെക്കുക, ലെവൽ ഓഫ് EBIT ആണ് പറയുന്നത്. at which after paying interest, tax, preference dividend, nothing to remain for equity shareholders. ഇത് ഓർത്ത് വെച്ചേ. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ലെവൽ ഓഫ് EBIT. EBITയുടെ ലെവലാണ് നമ്മൾ പറയുന്നത് എപ്പോഴുള്ളത്. അറ്റ് വിച്ച് ആഫ്റ്റർ പേയിങ്, ഏതെല്ലാം പേ ചെയ്തതിനു ശേഷം? ഇൻട്രസ്റ്റും ടാക്സും പ്രിഫറൻസ് ഡിവിഡൻഡും എല്ലാം പേ ചെയ്ത് നത്തിങ് റിമൈൻ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കൊടുക്കാനായിട്ട് ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇൻ അനദർ വേർഡ്സ്, മറ്റൊരു വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ് EBIT at which the firm can satisfy all the financial charges. അതായത് ഒരു EBITക്ക് അതിന്റെ എല്ലാ ഫിനാൻഷ്യൽ ചാർജസും മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റിനെയാണ്. അതായത് എന്താണ്? ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിക്കോട്ടെ, ഇതെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് ഒരു EBITക്ക് പറ്റുന്ന ആ ഒരു ലെവലിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇൻ അനദർ വേർഡ്സ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ് EBIT at which the firms can satisfy all financial charges. EBIT is less than this level. ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ ലെവലിനെക്കാളും കുറഞ്ഞാണ് EBIT നിൽക്കുന്നതെങ്കിൽ ഓർത്ത് വെച്ചോണം, EBIT is less than this level will result in negative EPS. അതായത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ ചാർജസും മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് EBIT നിൽക്കുന്നതെങ്കിൽ അവിടെ EPS എങ്ങനെയായിരിക്കും? EPS ഏർണിംഗ് പെർ ഷെയർ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് EPS is 0 ദിസ് ലെവൽ, അതായത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിൽ EPS എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഫിനാൻഷ്യൽ ചാർജസ് എല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്. ആ പോയിന്റിൽ EPS എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിനെക്കാളും താഴെ ആയിട്ടാണ് നമ്മുടെ EBITയുടെ വാല്യൂ എങ്കിൽ അവിടെ എന്താണ്? EPS എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മക്കളെ ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയേ, ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നോക്കിയേ, ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT where EPS is 0. ശരിയല്ലേ? നമ്മളിപ്പോ പഠിച്ചല്ലോ, ശരിയാണ്. ഇത് കൺസിഡേർഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആൻഡ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജ്. എല്ലാ ഫിനാൻഷ്യൽ ചാർജസിനെയും കൊടുത്ത് തീർക്കാൻ പറ്റുന്ന ആ ഒരു പോയിന്റ് അല്ലേ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. സോ ഇതിനെല്ലാം കൺസിഡർ ചെയ്യുന്നില്ലേ? സോ അതും എന്താണ്? ശരിയാണ്. EBIT ഈസ് ലോവർ ദാൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇറ്റ്സ് ടു ബി നെഗറ്റീവ് EPS. ശരിയല്ലേ? EBIT ഇതിനേക്കാളും കുറവാകുകയാണ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവനെക്കാളും കുറവാകുകയാണെങ്കിൽ അവിടെ EPS എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലോ, അതും ശരിയാണ്. അടുത്ത നോക്കിയേ, higher fixed financial charges reduces the
ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണോ? റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ? കൂട്ടുകയല്ലേ ചെയ്യത്തുള്ളൂ. ഹയർ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. അതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ 1, 2, 3. സോ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഹയർ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? മക്കളെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഓർത്ത് വെച്ച എന്നാണ് പറഞ്ഞേക്കുന്നത്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. A firm with no debt and no preference share will have a financial break-even point is 0. A firm has no debt and preference share. അതായത് നോ ഡെപ്റ്റും നോ പ്രിഫറൻസ് ഷെയറും ആണ് എങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്താ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എന്താണ് ആ ടാക്സ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു EBIT ആണ് എന്തെന്ന് പറയുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ അവിടെ ഡെപ്റ്റും പ്രിഫറൻസ് ഷെയറും ഒന്നും ഇല്ല എങ്കിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും എന്നാണ് റീസൺ പറഞ്ഞേക്കുന്നത്. മക്കൾ ഏതായിരിക്കും ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പഠിച്ച കാര്യമല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ഏതാ ആൻസർ വരുന്നത്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചിന്തിച്ച് നോക്കണം കേട്ടോ. ഒരു കാര്യത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു അസേർഷൻ റീസൺ എങ്ങനെ വരും, ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ എങ്ങനെ വരും, ഒരു കോസ് ആൻഡ് എഫക്ട് എങ്ങനെ വരും, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്നേ. ഏതാ ആൻസർ വരുന്നത്? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ എ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഡെപ്റ്റ് ഇക്വിറ്റിയുടെ മിക്സ് ആണ്. സോ അതുപോലെ ഇൻട്രസ്റ്റ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഒക്കെ അതിൽ വരുന്നതാണ്. സോ അത് ശരിയാണ്. ആൻഡ് എ ഫേം വിത്ത് നോ സച്ച് ഒബ്ലിഗേഷൻസ്, അതായത് ഇതുപോലത്തെ ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള പേയ്മെന്റുകളോ ഒന്നും വരുന്നില്ല, അവിടെ എന്തായിരിക്കും? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് 0 ആയിരിക്കും. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അടുത്ത നോക്കിയാൽ മറ്റൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് aims to maximize the shareholders wealth rather than profit അല്ലെ. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ എയിം ചെയ്യുന്നത് മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് റാദർ ദാൻ പ്രോഫിറ്റ്. ആൻഡ് റീസൺ പറഞ്ഞേക്കാണ്, വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡേർഡ് ടൈം വാല്യൂ ഓഫ് മണി, റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് അൺലൈക്ക് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇതൊന്നും കൺസിഡർ ചെയ്തില്ല. വെൽത്ത് മാക്സിമൈസേഷനിൽ ടൈം ഫാക്ടറോ ടൈം വാല്യൂ ഓഫ് മണിയും റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടും ശരിയല്ലേ? നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലാണ് നേരത്തെ കണ്ടത്. അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻസിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻസിംഗ് ഡിസിഷൻ ആണോ? ഫിനാൻസിംഗ് ഡിസിഷന്റെ പാർട്ടാണോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനകത്ത് നമുക്കറിയാം ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന. ലോങ് ടേം അസറ്റിന്മേലാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും, ഷോർട്ട് ടേം അസറ്റിന്മേലാണെങ്കിൽ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുമാണ് പറയുന്നത്. സോ ഫിനാൻസിംഗ് ഡിസിഷൻ ആണോ? അവിടെ തെറ്റാണ്. അടുത്ത നോക്കിയേ, സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഫേസ് വാല്യൂ ആൻഡ് റിഡീംഡ് അറ്റ് എ പ്രീമിയം. റിഡീംഡ് അറ്റ് എ പ്രീമിയം ആണോ? റിഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ അല്ലേ? സോ അതും എന്താണ്? തെറ്റാണ് അല്ലെ. സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഫേസ് വാല്യൂ ആൻഡ് റിഡീംഡ് അറ്റ് എ പ്രീമിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഫേസ് വാല്യൂ ആണോ? ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്, റിഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ എന്നാണ്. സോ തെറ്റാണ്. അടുത്ത നോക്കിയേ, ഡിവിഡൻഡ് ഡിസിഷൻ ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ദ പേ ഔട്ട് റേഷ്യോ അല്ലെ. ഡിവിഡൻഡ് ഡിസിഷൻ അകത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് പേ ഔട്ട് റേഷ്യോ എത്രയാണ്? അത് ശരിയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈസ് റിലേറ്റഡ് ടു കറന്റ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കറന്റ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അത് ശരിയാണ്. സോ 3ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മക്കളെ മനസ്സിലാകുന്നുണ്ടോ?
ഇതൊക്കെ ഒരു ഏരിയ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് നമുക്കറിയാം നമ്മളുടെ ക്ലാസ്സുകൾ അല്ലെ മാസ്റ്റർ കീയുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകൾ വെച്ച് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ MCQs നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും അത് എന്താണ് അത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകളുടെ തന്നെയും നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. അത് സെറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, ജൂനിയർ അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ അല്ലെ, HSST ആയിക്കോട്ടെ, അങ്ങനെയുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം റിസൾട്ട് വരുന്നത്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്തു പോകണം. MCQsകളിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ മുന്നിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഈ എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോസ് ആൻഡ് എഫക്ട് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസ് ആൻഡ് എഫക്ട് ഇപ്പൊ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. കോസ് ആയിട്ട് തന്നേക്കാണ് എ ഫേം വിത്ത് സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ പ്രിഫർ ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ഫേം ആണെന്ന് വിചാരിക്കുക. സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉള്ള ഫേം ആണെങ്കിൽ അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പൊ അവര് യൂസ് ചെയ്യുന്നത് ഡെപ്റ്റ് ആയിരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലായിട്ടും എന്നാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്, കോസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റ് പറഞ്ഞേക്കാണ് ബിക്കോസ് ദ ഡെപ്റ്റ് provides tax savings due to interest deductibility അല്ലെ. ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യുന്നതിലൂടെ ടാക്സ് സേവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ ആണോ കോസിന് ഉതകുന്ന രീതിയിലുള്ള എന്താണ് എഫക്റ്റ് ആണോ? വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ച സമയത്ത് ഞാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾക്കകത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റത്തില്ലേ? പറഞ്ഞ ഏതാ ആൻസർ വരുന്ന ഏതാ മക്കളെ? രണ്ട് ശരിയാ അല്ലെ. ബോത്ത് കോസ് ആൻഡ് എഫക്ട്സ് ആർ ട്രൂ ആൻഡ് എഫക്ട്സ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് കോസ്. അതായത് ഒരു ഫേമിന് സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ഉണ്ട് എങ്കിൽ അവരെന്താണ് ഇക്വിറ്റിയെക്കാളും കൂടുതലായിട്ടും ഡെപ്റ്റ് യൂസ് ചെയ്യും. അങ്ങനെ ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടും അല്ലെ. അവർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മക്കളെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് പ്ലെയിൻ വാനില ബോൺസ്? ബെസ്റ്റ് ഡിസ്ക്രൈബ് പ്ലെയിൻ വാനില ബോൺസ്. പ്ലെയിൻ വാനില ബോൺസ് എന്താണെന്നുള്ളതാണ്. ബോണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞാണ്. ഈ പ്ലെയിൻ വാനില ബോൺസ് പറഞ്ഞാൽ എന്താണ്? നോർമൽ ബോണ്ടുകൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉള്ളവയല്ല. അതായത് അതിനൊരു എന്താണ് പീരിയോഡിക്കൽ ആയിട്ടുള്ള എന്തുണ്ട്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ട്, ഒരു കൂപ്പൺ റേറ്റ് ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ നോർമൽ ബോണ്ടുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പൊ ഇവിടെ നോക്കുക, എ ബോണ്ട് വിത്ത് എ വേരിയബിൾ ഇൻട്രസ്റ്റ് ആൻഡ് നോ മെച്യൂരിറ്റി അല്ല. A bond with a fixed coupon and a fixed maturity. A bond with a redeemable at a premium and with a equity share അല്ല. അടുത്ത നോക്കിയേ, a bond with no interest അല്ല. ഇവിടെ ആൻസർ ഏതാ വരുന്ന? ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിൾ ആണ്. എ ബോണ്ട് വിത്ത് എ ഫിക്സഡ് കൂപ്പൺ ആൻഡ് ഫിക്സഡ് മെച്യൂരിറ്റി ഉള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് നോർമൽ ബോണ്ടുകൾ അല്ലെങ്കിൽ പ്ലെയിൻ വാനില ബോണ്ട്സ് പറയുന്നത്. എ ബോണ്ട് വിത്ത് എ ഫിക്സഡ് കൂപ്പൺ ആൻഡ് ഫിക്സഡ് മെച്യൂരിറ്റി. പ്ലെയിൻ വാനില ബോണ്ട്സ് ആർ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബോണ്ട് ഹാവിംഗ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആൻഡ് ഡിഫൈൻഡ് മെച്യൂരിറ്റി. അതിലൊരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും ഉള്ള ഒന്നല്ല കേട്ടോ ഈ ഒരു നോർമൽ ബോണ്ട് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയ ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ഫോളോയിങ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഇവിടെ കോളം എയും ഉണ്ട്, കോളം ബിയും ഉണ്ട്. ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ, ഡിവിഡൻഡ് പോളിസി, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതിനപ്പുറത്ത് വന്നിട്ടുണ്ട് ഷോർട്ട് ടേം അസറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്. ഷോർട്ട് ടേം അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. ഷോർട്ട് ടേം അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ഡിവിഡൻഡ് പോളിസി അല്ലെ. ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് പോളിസി. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ. ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. വളരെ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ക്യാപിറ്റൽ സ്ട്രക്ചർ റിലേറ്റഡ് ടു ദ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ കറന്റ് ഓർ ഷോർട്ട് ടൈം അസറ്റ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിവിഡൻഡ് പോളിസി ഈസ് ലിങ്ക്ഡ് വിത്ത് പേ ഔട്ട് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് അബൌട്ട് ദ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത നോക്കിയാൽ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോവിംഗ്.
താഴെ തന്നേക്കുന്ന എന്താണ് കാര്യങ്ങളിൽ നിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനുകൾ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള നേച്ചറിലുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആർ എ ഫേം ഓഫ് ഇന്റേണൽ ഫിനാൻസ്. റീറ്റെയിൻ ഏർണിംഗ്സ് എന്ന് പറയുന്നത് ഫേമിന്റെ ഇന്റേണൽ ഫിനാൻസ് ആണെന്ന് പറഞ്ഞാൽ ശരിയാ അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ആർ യൂസ്ഡ് ഫോർ അക്വയറിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ. ആണോ? വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഡേ ടു ഡേ ആയുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്, കറണ്ട് ആണ്. അപ്പൊ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ് ആണോ? അല്ല. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻകറക്റ്റ് അല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ? സ്പീഡ് കൂടുതലുണ്ടോ? നിങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു പോയതാണ് ഈ ഏരിയയുടെ MCQs ഡിസ്കഷൻസ് ആണ്. വന്ന ക്വസ്റ്റ്യനുകൾ കുറെ അധികം ഉണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം നേടിയെടുക്കാൻ പറ്റും. അടുത്തത് നോക്കിയ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കാണ് a firm's capital structure affects its overall cost of capital. A firm capital structure affects the overall cost of capital. A firm capital structure, ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. റീസൺ പറഞ്ഞേക്കാണ് debt is the cheaper source of financing than equity due to tax deductibility of interest. അസേർഷൻ റീസൺ കൃത്യമായി വായിക്കണം. അസേർഷനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട് ചെയ്യുന്നുണ്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ റീസൺ പറഞ്ഞേക്കാണ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആണ് ഇക്വിറ്റിയെക്കാളും. അതുപോലെ തന്നെ എന്ത് കിട്ടുന്നുണ്ട്? ടാക്സ് ഡിഡക്റ്റബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ അല്ലെ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. The mix of debt and equity influences the WACC. അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ലോവർ ആയിട്ട്, നമുക്ക് ഇക്വിറ്റി അപേക്ഷിച്ച് ലോവർ ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ഷീൽഡ് ഒക്കെ കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത നോക്കിയാൽ അറേഞ്ച് ദ ഫോളോവിങ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇൻ ദ ഓർഡർ ഓഫ് കോസ്റ്റ് ലോ ടു ഹൈ. കോസ്റ്റിനെ ബേസ് ചെയ്ത് ലോ ടു ഹൈ അനുസരിച്ച് നമുക്കറിയാം ഏറ്റവും ലോ കോസ്റ്റ് വരുന്ന ഏതായിരിക്കും ഇതിനകത്ത്? റീറ്റെയിൻ ഏർണിംഗ്സ് ആണോ, അതോ എന്താണ് ഡിബഞ്ചർ ആണോ, ഇക്വിറ്റി ഷെയർ ആണോ, പ്രിഫറൻസ് ഷെയർ ആണോ? ഏറ്റവും ലോ വരുന്നത് ഏറ്റവും ലോ വരുന്ന ഏതാ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതല്ലേ ഉള്ളൂ. ഏതാണ്? റീറ്റെയിൻ ഏർണിംഗ്സ്, ദെൻ ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർ, അതിനുശേഷം ഏതാണ്? ഇക്വിറ്റി ഷെയർ. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റീറ്റെയിൻ ഏർണിംഗ്സ് ഈസ് ദ കോസ്റ്റ് ലീസ്റ്റ്. ഏറ്റവും കോസ്റ്റ് കുറവുള്ളത് ഏതാണ്? റീറ്റെയിൻ ഏർണിംഗ്സ് ആണ്. ഏറ്റവും കോസ്റ്റ് കൂടുതലുള്ളത് ഏതാണ്? ഇക്വിറ്റി ഷെയർ ആണ്. മക്കളെ പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ ആണല്ലോ? നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സിലബസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയറുകളിലും പല എക്സാമുകൾക്കകത്തൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകളാണ് നിങ്ങളെ കാണിച്ചത്. നമ്മൾ ഇതുപോലുള്ള MCQ സീരീസുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസുകൾ വരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലാസ് ആയിട്ട് എടുത്ത് കിട്ടണമെങ്കിൽ അറിയിക്കുക. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ നമ്മളെ അറിയിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.